ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് നാം ചിന്തിച്ചു വരുന്ന ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് പറയുന്നതല്ല, കാരണം ഞാൻ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്മയിൽ കഴിച്ചുകൂട്ടാൻ എനിക്കറിയാം, സുഭിക്ഷതയിൽ എങ്ങനെ ആയിരിക്കണമെന്നും എനിക്കറിയാം. സുഭിക്ഷതയിലും വിശപ്പിലും സമൃദ്ധിയിലും ബുദ്ധിമുട്ടിലും ഏത് വിധമുള്ള ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള രഹസ്യം ഞാൻ പരിശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്ക് എല്ലാം കഴിയും. പുതിയൊരു ഭാഷാന്തരത്തിൽ നിന്നാണ് വായിച്ചത്. ഇവിടെ പൗലോസ് തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയുടെ മധ്യത്തിലും താൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏത് വിധത്തിലുള്ള സാഹചര്യമായിരുന്നാലും താൻ പറയുന്നത് തനിക്ക് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയും. താഴ്ചയായാലും സുഭിക്ഷതയായാലും വിശപ്പായാലും ബുദ്ധിമുട്ടായാലും സമൃദ്ധിയായാലും ദാരിദ്ര്യമായാലും ഏത് സാഹചര്യത്തിലും ഒരു ജീവിത രീതി എങ്ങനെ ജീവിക്കണം എന്ന് താൻ പഠിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ സ്വയം ഒരു സംതൃപ്തിയോടുകൂടിയാണ്, അല്ലെങ്കിൽ എനിക്ക് മതിയായ ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുകയാണ്. ഒരു മറ്റുള്ളവരുടെ സഹായത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഒരു സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാഹചര്യം ഏതായിരുന്നാലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുക. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലൂക്കോസ് 3:14, 1 തെസ്സലോനിക്കർ 4:12, 1 തീമോത്തിയോസ് 6:6 മുതൽ 8 വരെ, എബ്രായർ 13:5. ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ആശയം അവിടെ കാണുവാൻ സാധിക്കുന്നു. കർത്താവ് എനിക്ക് തുണ, ഞാൻ മനുഷ്യനെ എന്തിന് ഭയപ്പെടണം എന്നാൽ എബ്രായർ 13:5 വായിക്കുന്നുണ്ട്. അപ്പൊ ഏത് സാഹചര്യമായിരുന്നാലും മനുഷ്യരിലേക്ക് നോക്കാതെ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ടുള്ളതായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുന്നതായ ഒരു അനുഗ്രഹീതമായ അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലവുമായിരിക്കാം, സാഹചര്യങ്ങൾ നമുക്കെതിരെ ആയിരിക്കാം. ഈ സാഹചര്യങ്ങളിലൊന്നും മനുഷ്യരിലേക്ക് നോക്കുവാൻ ഇടയാകാതെ കർത്താവിലേക്ക് നോക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസിന് എങ്ങനെ ലളിതമായിട്ട് ജീവിക്കാൻ സാധിക്കും?
അത്യാവശ്യമായിട്ട് ആഹാരം, വസ്ത്രം, അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന അത്യാവശ്യ കാര്യങ്ങൾ, ആ അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ പൗലോസിനറിയാം. അതുപോലെ തന്നെ സമൃദ്ധിയിലും തനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ സമൃദ്ധി അല്ലെങ്കിൽ നിറയപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മൃഗങ്ങളെ പോഷിപ്പിക്കുക, മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകി അതിനെ വളരെ വലിയ മാംസമുള്ള മൃഗങ്ങളാക്കി മാറ്റുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസിന് സമൃദ്ധി ഉള്ളപ്പോഴും ഈ കഴിക്കാൻ പോലും ആഹാരം ഇല്ലാത്ത അവസ്ഥയിലും ഒരുപോലെ ജീവിക്കാനായിട്ട് കഴിയും. അതാണ് തന്നെ നിലനിർത്തിയ ഒരു വസ്തുത. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് സമൃദ്ധിയോടെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. എന്നാൽ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളുടെ മധ്യത്തിൽ നമുക്ക് എത്രത്തോളം സമൃദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നുവെന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് പറയുന്ന എനിക്ക് എല്ലാം കഴിയും, ഈ ഒരവസ്ഥയിൽ എല്ലാ അവസ്ഥയിലും മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിയും. ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്, അല്ലെങ്കിൽ എനിക്കുള്ള ബലമുണ്ട്. ഇതേ വാക്യം തന്നെ അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായത്തിന്റെ 16 വാക്യത്തിലും 20 നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ യാക്കോബിന്റെ ലേഖനം 5 അധ്യായം 16 വാക്യത്തിലും ഇതേ ആശയം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ സാഹചര്യങ്ങളിലും നിലനിൽക്കുവാനുള്ളതായ ആ ബലം തനിക്കുണ്ട് എന്നാണ്. അത് പ്രതികൂലമായിരുന്നാലും, ബുദ്ധിമുട്ടുകളുന്ന സാഹചര്യമായിരുന്നാലും, സമൃദ്ധിയുടെ സാഹചര്യമായിരുന്നാലും, ഈ ഭൗതിക ലോകത്തിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും തനിക്ക് ശക്തിയോടും ബലത്തോടും കൂടെ നിൽക്കുവാൻ കഴിയുന്നതായ ഒരവസ്ഥയുണ്ട് എന്ന് പറയുകയാണ്. ഇനി അതിന്റെ രഹസ്യം എന്താണെന്ന് പൗലോസ് പറയുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇവിടെ ശക്തനാക്കുന്നവൻ എന്നുപയോഗിച്ചിരിക്കുന്നതിന് ഗ്രീക്ക് വാക്കിൽ എൻ്റെ ഉള്ളിൽ ശക്തി പകരുന്നവൻ എന്നാണ്. കാരണം ക്രിസ്തുയേശുവിലാണ് ദൈവമക്കളെ, നാം ക്രിസ്തുവിലായിരിക്കുകയാണ്. ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ നാം പഴയ മനുഷ്യനെ ക്രൂശിക്കുകയും ക്രിസ്തുവിൽ നാം മറയുന്നതായ അവസ്ഥ. പിന്നെ ജഡത്തിൽ ജീവിക്കുന്നത് നമ്മളല്ല, ക്രിസ്തുവാണ്. നമ്മുടെ കണ്ണുകളെ ഉപയോഗിക്കുന്നു, നമ്മുടെ ചെവിയെ ഉപയോഗിക്കുന്നു, നമ്മുടെ നാവിനെ ഉപയോഗിക്കുന്നതും, നമ്മുടെ കാലുകളെ ഉപയോഗിക്കുന്നു, നമ്മുടെ മനസ്സുകളെ ഉപയോഗിക്കുന്ന എല്ലാം ക്രിസ്തുവാണ്. ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അർത്ഥം. അത് തന്നെയാണ് അടുത്ത ഭാഗത്ത് പൗലോസ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്താൽ അത്രേ. ദൈവത്തിനുള്ള വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുകയും ക്രിസ്തു നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലൂടെയും നമ്മിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന ജീവിതമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ജീവിതം. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ഇനി എന്നിൽ ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന് ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിലൂടെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും രോഗത്തിലും, സമൃദ്ധിയിലും ഇല്ലായ്മയിലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ക്രിസ്തുവിലൂടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് കടന്നു പോകാൻ കഴിയും എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവ് തന്നിലേക്ക് ജീവിക്കാനുള്ള ആ ശക്തി, നിലനിൽപ്പാനുള്ള ശക്തി തന്നിലേക്ക് ആവഹിപ്പിക്കുകയാണ് എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ആത്മീയ ശക്തി പ്രാപിക്കത്തക്കവണ്ണം
കർത്താവിനോട് ചേർന്ന് കർത്താവിൽ വസിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം നയിപ്പാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പൗലോസ് അത് ഫിലിപ്പിയർ ഈ 4:13 പറയുന്നതോടൊപ്പം തന്നെ അത് എഫേസ്യർ 3:16 മുതൽ 20 വരെയും 2 കൊരിന്ത്യർ 10:10 ഒക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം നമ്മുടെ ആപ്തവാക്യം: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ധീരമായിട്ട് മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.